ഒരു കിഡിലൻ സിസ്റ്റം ബിൽഡ് ചെയ്യുന്നത് പഠിക്കാൻ വേണ്ടി വന്നതല്ലേ? കണ്ടു. ഒരു ബേസിക് സിസ്റ്റത്തിന് 4 കമ്പോണൻസ് ഉണ്ടാവും. എന്തൊക്കെയാ? ഇൻപുട്ട് ഉണ്ടാവും, പ്രോസസ്സ് ഉണ്ടാവും, ഔട്ട്പുട്ട് ഉണ്ടാവും, ഇതെല്ലാം കൂടി ഒരു ഫീഡ്ബാക്ക് ലൂപ്പ് ഉണ്ടാവും. കേട്ടല്ലോ? ഇൻപുട്ട്, പ്രോസസ്സ്, ഔട്ട്പുട്ട്, ഒരു ഫീഡ്ബാക്ക് ലൂപ്പ്. മനസ്സിലായല്ലോ? നമ്മുടെ ബിസിനസ്സിനെ അല്ലെങ്കിൽ നമ്മുടെ കമ്പനിയുടെ ഒരു സെക്ടറിനെ നമുക്കൊരു ഫാക്ടറിനെ പോലെ കാണാം. ഒരു ഫാക്ടറിയിൽ എന്തൊക്കെ ഉണ്ടാവും? റോ മെറ്റീരിയൽസ് ഉണ്ടാവും അല്ലേ? റോ മെറ്റീരിയൽസ് ആയിരിക്കും ഇൻപുട്ടായിട്ട്. പ്രോസസ്സ് എന്തായിരിക്കും? അതിൻ്റെ അസംബ്ലി ലൈൻ ആയിരിക്കും. എൻഡ് പ്രൊഡക്റ്റ് ആയിരിക്കും അതിൻ്റെ ഔട്ട്പുട്ട് ഉണ്ടാകുന്നത് അല്ലേ? ഇതിൽ ഇൻപുട്ട്, അതായത് റോ മെറ്റീരിയൽ എന്താ വേണ്ടതെന്നോ, അല്ലെങ്കിൽ പ്രോസസ്സ് അസംബ്ലി ലൈനിൽ എന്താ നടക്കുന്നതെന്നോ, അല്ലെങ്കിൽ എൻഡ് പ്രൊഡക്റ്റ് എങ്ങനെ ഇരിക്കണം എന്നോ ഒരു ഐഡിയ ഇല്ലെങ്കിൽ പിന്നെ നിങ്ങൾ എങ്ങനെ അത് എഫിഷ്യൻ്റായിട്ട് കൊണ്ടു നടക്കും? ആകെ നടക്കാൻ പോകുന്നത് എന്താ? നിങ്ങൾ കുറേ എന്താ പറയുക മിസ്റ്റേക്സ് കറക്റ്റ് ചെയ്യും, കുറേ കറക്ഷൻസ് ഉണ്ടാക്കും, കുറേ SOPs ക്രിയേറ്റ് ചെയ്യും, കുറേ ചെക്ക് ലിസ്റ്റുകൾ അവിടെ ഇവിടെ ഒട്ടിച്ച് വെക്കും, കുറേ ആൾക്കാരെ ഹയർ ചെയ്യും, ഫയർ ചെയ്യും. ഇതിനെക്കൊണ്ട് എന്ത് ഗുണം കിട്ടും? ഒന്നും കിട്ടാൻ പോകുന്നില്ല. ഇതിനെക്കൊണ്ട് നടക്കാൻ പോകുന്നത് നിങ്ങൾ സെൽഫ് ബേണിംഗ് ആയിട്ടുള്ള, സെൽഫ് എംപ്ലോയിഡ് ആയിട്ടുള്ള ഒരു ബിസിനസ്സുകാരനായി മാറും. ഞാനും അങ്ങനെ തന്നെയായിരുന്നു.